രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. യുവ നേതാവാണ്. കോൺഗ്രസിന്റെ ശക്തരായ ബി ടീം എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെ വിശേഷിപ്പിച്ച ഒരു കൂട്ടം യുവാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവനടി ഒരു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലർട്ട് ചെയ്തതും അങ്ങനെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജേർണലിസ്റ്റിനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല തരത്തിൽ ഇത് കുറച്ചധികം നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണം നിലനിൽക്കുമ്പോഴൊക്കെ തന്നെ ഹൂ കേസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു, അവർ തമ്മിലുള്ള ചാറ്റുകൾ പുറത്തു വരുന്നു. ഒരു എറണാകുളത്തുള്ള ഒരു ട്രാൻസ് വുമൺ കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി സ്ത്രീകൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു സ്ത്രീയും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കാഴ്ചയുണ്ടാവുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറുന്ന ഇടതുപക്ഷ സൈബർ സഖാക്കളെയും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, വിഷയം ഒരു യുവ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാവേണ്ടുന്ന ഒരു ബാധ്യത, ഒരു രാഷ്ട്രീയക്കാരനുള്ള ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം അത് കാത്തു സൂക്ഷിച്ചില്ല എന്നൊരു പരാതിയുള്ളത് അത് അടിസ്ഥാനമുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ഫ്ലർട്ട് ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ CPM-ന്റെ മുകേഷ് പരസ്യമായി അല്ലെങ്കിൽ ഒളിവിലും അല്ലാതെയും ഒക്കെ മുകേഷിനെതിരെ എത്രയോ പരാതികളുണ്ട്. ഈ നമുക്കറിയാവുന്നതാണ്, തീവ്രത കുറഞ്ഞ പീഡനമാണ്, അതുകൊണ്ട് പാർട്ടി നടപടിയെടുത്തോളാം, പരാതിപ്പെടേണ്ടെന്ന DYFI നേതാവിനോട് വനിതാ നേതാവിനോട് പറഞ്ഞ പാർട്ടിയെ നമുക്കറിയാം. അപ്പം അതൊക്കെ നിലനിൽക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെടാൻ ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് എന്നുള്ളതാണ്. പ്രായപൂർത്തിയായ 2 പേർക്ക് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. പിന്നെ ഫ്ലർട്ട് ചെയ്യുന്ന ഒരാൾ, അത് ശരി വന്നാൽ ഒരാളെ സ്റ്റോക്ക് ചെയ്യുക, ഫ്ലേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ അത് പൂർണ്ണമായും അർത്ഥത്തിൽ തെറ്റാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഫ്ലർട്ട് ചെയ്യാത്ത എത്ര പേരുണ്ട്? നിരന്തരമായി പെൺകുട്ടികളുടെ ഇൻബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അവർ പുറകെ ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഫ്ലർട്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹായ് അയച്ചതും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതും, ഇനി ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുട്ടി ഉണ്ടാവാതിരിക്കാൻ അതിനുള്ള കോൺട്രസെപ്റ്റീവ് പിൽസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ എടുത്തുകൊണ്ട് 2 പേർക്കും ഒരേപോലെ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ബോധ്യം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു രീതിയിലേക്ക് ഈ പ്രോബ്ലംസിനെ എസ്കലേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നില്ലേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം, അതായത് അദ്ദേഹത്തിന്റെ 2 വശം നോക്കുക. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലൈഫും നോക്കുക. അദ്ദേഹത്തിന്റെ നമുക്ക് പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് പരാതികളൊന്നും പറയാനില്ല. കാരണം ഞാനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതായത് കൃത്യമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരുപാട് കൃത്യമായി പോയിന്റുകൾ പറയുന്ന ഒരാൾ, മാത്രമല്ല മാധ്യമങ്ങളിൽ ഇടപെടുന്ന രീതി. നമുക്ക് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത രീതിയുണ്ട്. അതിനകത്ത് കൃത്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും FIR ഉണ്ടോ, പരാതിയുണ്ടോ, ഈ ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ ആ ഫോണിൽ വന്ന കുട്ടിയുടെ പരാതി കിട്ടിയിട്ടുണ്ടോ, ആരാണെന്ന്, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു പരാതികളൊന്നും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ജീവിതമാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ റിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട്, അവിടെയാണ് എനിക്ക് രാഹുലിനോട് ചെറിയ വിയോജിപ്പുണ്ട്. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആണ്, സ്വാഭാവികമായിട്ടും കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം പോകാൻ പാടില്ല എന്നുള്ള രീതി കൂടി അതിനകത്ത് കൈവരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളായിരിക്കും തോന്നുന്നു. ഇത് 2020, 2021, 2022 കാലഘട്ടത്തിലായിരുന്നു. ഇത് ഈ ഒരു ഇമേജിൽ നിൽക്കുന്ന സമയത്തല്ല. എങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഒരാളുടെ വ്യക്തി ജീവിതം ചൂഴ്ന്നു പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആരെയാണ് കുറ്റം പറയുന്നത്? ഇപ്പോൾ നമുക്ക് ട്രംപിനെ തന്നെ നോക്കുക, അദ്ദേഹം ബാലപീഡകനാണെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇത് എഫ്സീനുമായിട്ടുള്ള ബന്ധം വരുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആയാലും ഇവരുടെയൊക്കെ സ്വകാര്യ ജീവിതം പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ രീതികൾ, അപ്പോൾ അവരുടേതായ ഒരു സ്വകാര്യ നിമിഷങ്ങൾ, അതിനകത്ത് നമ്മൾ ചൂഴ്ന്നിറങ്ങി പോയാൽ അവരൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന വിഗ്രഹമൊക്കെ ഉടങ്ങി അങ്ങ് പോകും. അപ്പോൾ ആ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ പരാതി, ഇപ്പോൾ വേടന്റെ വിഷയം വന്നപ്പോൾ തന്നെ അതിനെ ന്യായീകരിക്കുന്ന കുറെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും
അവർക്ക് പ്രശംസകൾ പോലെ തന്നെ കയ്യടികൾ പോലെ തന്നെ കൂക്കി വിളികളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇത് മറ്റുള്ള ഒരു സ്ത്രീക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കും. ഇപ്പോൾ പീഡന ആരോപണവുമായി വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഈ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരാളെ മൊളസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകണ്ട എന്നാണ് എന്റെ വിശ്വാസം. അതായത് നമ്മളിത് നോക്കേണ്ട കാര്യം ഇന്നലെ ഏഷ്യനെറ്റ് കൈകാര്യം ചെയ്ത രീതി, അവർ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്നും വലിയ രീതിയിൽ പ്രചരിപ്പിച്ചില്ല. പക്ഷെ അത് സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയൊന്നും ആയിരിക്കില്ല കൊടുക്കുക. ഈ ഗർഭചിത്രത്തിന് അതായത് രാഹുലിന്റെ ഈ ഒരു അവരുടെ അതുമായിട്ട് ചേർന്ന് ആ പ്രചരിക്കുന്ന ആ പെൺകുട്ടി ഒന്നും നേരിട്ട് ഒരിടത്തോ പറഞ്ഞിട്ടില്ല. ഇത് ചിലപ്പോൾ അനുവാദമില്ലാതെ ഇത് ചോർത്തിയതാണെങ്കിലോ അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വരും. അപ്പോൾ എപ്പോഴും ഇതൊരു എന്താ പറയുക, നമുക്കിത് കുറച്ച് പാടാണ് ഈ ഒരു വിഷയകാരിലേക്ക്. അതായത് ഇപ്പോൾ എന്റെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ സ്വകാര്യ നിമിഷങ്ങളെ കുറിച്ച് എനിക്ക് പറയാം. അപ്പൊ അവിടെ ഞാൻ ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അപ്പോൾ ഒരാളുടെ പ്രൈവറ്റ് ടൈമിൽ അങ്ങനെ ആയിരിക്കും. അത് നമ്മൾ ആ സമയത്തിനെ കുറിച്ച് നമ്മളിവിടെ പല ആളുകളും ഉന്നയിക്കുന്ന ഒരു സാധനം, ഇപ്പൊ വേടന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ ഒരു പ്രധാന നിരീക്ഷണം, നിങ്ങൾ ഒരാളോട് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അത് ബ്ലാക്ക്മെയിൽ പോലെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തെ നമുക്കിവിടെ അഡാപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നമ്മുടെ പാസ്റ്റിൽ ചെയ്തു പോയ കൃത്യങ്ങളിൽ അതൊരു ഞാൻ പറയുന്ന ക്രൈം ആണെങ്കിൽ അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. അതൊരു പീഡനമായിരുന്നു, അവളെ പറ്റിച്ചു കൊണ്ടുപോയി റേപ്പ് ചെയ്ത ഒരു കാര്യമാണെങ്കിൽ അത് നിലനിൽക്കും. അവിടെ രാഹുലിനെതിരെ ഒരു പരാതി വന്നാൽ അല്ലെങ്കിൽ ഈ ഇര അത് പരാതി കൊടുക്കാൻ തയ്യാറും സന്നദ്ധയുമാണെങ്കിൽ ആ പരാതിയോടെ നിലനിൽക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ മുൻപുണ്ടായിരുന്ന പല വിഷയങ്ങളും രാഹുലിനെതിരെ ഉയർന്നു വന്നതൊക്കെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെ ഒതുക്കി തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിനിയുടെ കുറച്ചുകൂടെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നു, അതായത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ തന്നെ ഇതൊക്കെ പരാതിയായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നേതൃത്വം ഇത് ഗൗനിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റൊരു ഓപ്ഷൻ, ഇങ്ങനെയുള്ളവർ ഇനി സ്ഥാനമാനങ്ങളിൽ നിൽക്കേണ്ടതുണ്ട്. അവർക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലഭിക്കാതെ, അതായത് അവിടെ നീതി ലഭിക്കാതെ വന്നതോടെയാണ് മാധ്യമങ്ങൾക്ക് പോയത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുകാനോ ഒന്നും പോയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് തന്നെയാണത്. ആ ഒരു യുവ നേതാവിന്റെ രീതിയിൽ സാമൂഹികമായ ഉത്തരവും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ പദവി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി മാറ്റി. അത് എനിക്കൊന്ന് വനിതാ നേതാക്കൾ തന്നെ ഉയർത്തിയ തന്റെയോടുണ്ടായിരുന്നു. അപ്പൊ സ്നേഹ ഉൾപ്പെടെയുള്ളവർ അവർ കൃത്യമായി നിരീക്ഷിച്ചു. ഇത് മറ്റൊരു കാര്യം നോക്കുക, ഇതിപ്പോൾ ഒരു ഇടതുപക്ഷ പാർട്ടിയിലാണെങ്കിലോ അവിടെ വനിതകൾക്ക് ശബ്ദിക്കാൻ പോലും അവസരമില്ല. അവിടെ പി ശശിയെ പോലെ അവർ വളർന്നത് എന്തുകൊണ്ടാണ്? ആ പരാതി പറഞ്ഞ വനിതയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവരെവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും അവർ ചികങ്ങി പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ഒരു തരത്തിലും ചിലപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒന്നിനും അവർക്ക് ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളോ കിട്ടിക്കാണില്ല. പി ശശി വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്നു അതിനുശേഷവും. അപ്പോൾ അത് തന്നെയാണ് ഒരു വ്യത്യസ്തമായ ഒരു രീതി യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടി കൈകാര്യം ചെയ്യുക. അതായത് കോൺഗ്രസ് കുറച്ചുകൂടി മെച്യൂരിറ്റിയോടെ അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ തന്നെ ഒരു വിഷയം എടുത്തിരുന്നെങ്കിൽ ഇത്രയും വിവാദങ്ങളിലേക്ക് പോയില്ലായിരുന്നു. അത് കാരണം പാർട്ടിക്ക് ഇപ്പോൾ തലകുനിക്കേണ്ടി വരില്ലായിരുന്നു. അതാണ് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് റിനിയുടെ കാര്യത്തിൽ ഒരു നേരത്തെ പറഞ്ഞത് പോലെ നമുക്ക് രണ്ട് വിഷയമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിനകത്ത് തന്നെ റിനിയുടെ കാര്യം പറയുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കഴിഞ്ഞാൽ അത് പറയും. വീണ്ടും അത് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന തുല്യവും. അപ്പോൾ മുന്നറിയിപ്പ് പല രീതിയിലും കൊടുത്തിട്ടുണ്ട്, അത് കേട്ടില്ല. സ്വാഭാവികമായിട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അധ്യക്ഷൻ നടത്തി, അതായത് പ്രതിപക്ഷ നേതാവിനടുത്ത് അടക്കം ഈ ഒരു കാര്യം എത്തിച്ചു. എങ്കിലും അവിടെ നീതി കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും റിനി ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നു. അപ്പോൾ റിസൾട്ട് കിട്ടി, അതോടെ തീർന്നു. വീണ്ടും അതിന്റെ റിസൾട്ട് കിട്ടിയ സ്ഥിതിക്ക് വീണ്ടും രാഹുലിന്റെ കരിവാരി തേക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ വരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് തെളിവുകൾ വരുന്നത് വരെ രാഹുൽ ഇതിനകത്ത് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇതിനകത്ത് ആ ചാറ്റുകളൊന്നും ഇല്ല. ഇപ്പം ഇങ്ങനെ വിളിക്കുന്നതോ അങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിക്കുന്നതായിട്ട് തെളിവുകൾ നമ്മൾ കണ്ടിട്ട് അത് ചിലപ്പോൾ അവരുടെ മാന്യതകളിൽ പാർട്ടിയുമായിട്ട് അനുഭാവി ആയതുകൊണ്ട് തന്നെ അവരുടെ ചർച്ചകളിൽ ചിലപ്പോൾ ഒതുങ്ങിയതായിരിക്കാം. എന്തായാലും രാഹുലിന് അതിനകത്ത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൃത്യമായൊരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്, സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റുക, അത് കൃത്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. അന്വേഷണം ഇനി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ, പാർട്ടി തന്നെ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ മറ്റന്വേഷണം നടത്തട്ടെ. അതിനുശേഷം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അവസരമുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു പൊളിറ്റീഷ്യൻ, ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹം നല്ലത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം.